ഹരി ഓം. ഇന്ന് 62ാമത്തെ ശ്ലോകം. ഇതുവരെ വെറുതെ ശാസ്ത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, പിന്നെയും ഗ്രന്ഥങ്ങളുടെ പുറകെ പോയിട്ട് കാര്യമില്ല, വാദകോലാഹലങ്ങളിൽ മുഴുകിയിട്ട് കാര്യമില്ല. പിന്നെ വേണ്ടതെന്താ? ആത്മാനുഭവമാണ് മുഖ്യമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഉപായം മാത്രമാണ് എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, എന്താണ് ബന്ധം? അജ്ഞാനമാണ് ബന്ധത കാരണം. അത് നീങ്ങാൻ ജ്ഞാനമേ വഴിയുള്ളൂ. ഇപ്പൊ പാമ്പ് കടിച്ച വിഷം തീരാൻ വിഷത്തിന് മറുമരുന്ന് കുത്തിവെക്കാതെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കാര്യമില്ലാത്ത പോലെയാണ് നമ്മുടെ സ്വരൂപത്തെ നാം മറക്കലാകുന്ന അജ്ഞാനത്താൽ നമ്മളെ ശരീരാദി ഉപാധികളാണ് തെറ്റിദ്ധരിച്ചുകൊണ്ടുണ്ടായ സംസാര ദുഃഖങ്ങൾക്ക് അറുതി വരണമെങ്കിൽ നാം പരദേശാധിവർത്തിയും നിത്യ ആനന്ദ സ്വരൂപമായ ആ പരമാത്മതത്വമാണ് എന്ന് അറിഞ്ഞുണരണം. ആ സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ മോക്ഷം കിട്ടുള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഈ ആശയം തന്നെ വീണ്ടും ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടും മതി വരുന്നില്ല. കാരണം പലപ്പോഴും കാണുന്നത് സാധകന്മാർ വെറും ബുദ്ധിപരമായ ആ പഠിത്തത്തിലും അറിവിലും ഒതുങ്ങി നിൽക്കുക, അനുഭവത്തിന് വേണ്ടി പരിശ്രമിക്കാതിരിക്കലാണ്. അതുകൊണ്ട് വീണ്ടും ആ സാക്ഷാത്കാരത്തിന്റെ അനിവാര്യതയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഗുരു പറയണു. 62ാം ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ പറയണം, നഗച്ഛതി വിനാപാനം വ്യാധിരൗഷധ ശബ്ദതഃ. നഗച്ഛതി വിനാപാനം വ്യാധിരൗഷധ ശബ്ദതഃ. വിനാപരോക്ഷാനുഭവം ബ്രഹ്മശബ്ദൈർന മുച്യതേ. വ്യാധി, അസുഖം, സുഖേട്, ഔഷധശബ്ദതഃ ന ഗച്ഛതി. ഔഷധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ അസുഖം പോവും ഇല്ല. തലവേദന വന്നു, ആസ്പ്രോ അല്ലെങ്കിൽ ആസ്പിരിൻ അതൊക്കെ കഴിച്ചാൽ മാറുന്നിരിക്കാം. അല്ലെങ്കിൽ കോൾഡ് വന്നു, എന്തെങ്കിലും ഒരു ഗുളിക കഴിച്ചു, പാരസെറ്റമോൾ കഴിച്ചു, അല്ലേ, അത് മാറും. പക്ഷെ അതിന് പകരം ആസ്പ്രോ അല്ലെങ്കിൽ ആസ്പിരിൻ എന്ന് പറഞ്ഞുകൊണ്ട് അസുഖം മാറും. വ്യാധി ഔഷധത്തിന്റെ പേര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മാറില്ലല്ലോ. ആ ഔഷധം കഴിച്ചാലേ മാറുള്ളൂ. വിനാ പാനം, ഔഷധം പാനം ചെയ്യാതെ, ഔഷധം കഴിക്കാതെ, മരുന്ന് സേവിക്കാതെ, മരുന്നിന്റെ പേര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് സുഖേട് മാറില്ല. ഇതുപോലെ ബ്രഹ്മം ഞാൻ ബ്രഹ്മാണ് എന്ന് ആവർത്തിച്ച് ഒരാൾ ഇങ്ങനെ ഉരുക്കുട്ടു നാമം ജപിക്കണ മാതിരി ഇങ്ങനെ ആവർത്തിച്ച് ജപിച്ചോണ്ടൊരാൾ മുക്തനാവില്ല എന്ന്. പിന്നെയോ അപരോക്ഷാനുഭവം, ആത്മസാക്ഷാത്കാരം കൂടാതെ, അപരോക്ഷാനുഭവം കൂടാതെ വെറുതെ ഞാൻ ശിവോഹം ആ താളത്തിലും രാഗത്തിലൊക്കെ ശിവോഹം അല്ല മ്യൂസിക്കൽ ആയിട്ട് മെലഡിയിലൊക്കെ അങ്ങനെയൊക്കെ പാടാം. അല്ലെങ്കിലോ ബ്രഹ്മാഹം അങ്ങനെ ബ്രഹ്മാണ് ഞാൻ എന്നിങ്ങനെ പറയാം. അങ്ങനെ വെറുതെ പറഞ്ഞത് കൊണ്ട് ഒരാൾ മുക്തനാവില്ല എന്ന് മനസ്സിലായോ? അപ്പൊ വെറും മന്ത്രം ജപിക്കണ മാതിരി അല്ലെങ്കിൽ നാമം ജപിക്കണ മാതിരി ഞാൻ ബ്രഹ്മാസ്മി എന്ന് ഉരുവിട്ടത് കൊണ്ടോ, ഞാൻ ശിവനാണ് എന്ന് യാന്ത്രികമായി ഉരുവിടുന്നത് കൊണ്ടോ അജ്ഞാനബാധ നീങ്ങാൻ പറ്റില്ല. എത്ര വീര്യമുള്ള ഔഷധമായിരിക്കാം, ഔഷധം കണ്ടത് കൊണ്ടോ അതിന്റെ പേര് പറഞ്ഞതുകൊണ്ടോ അയാളുടെ സുഖക്കേട് മാറുന്നില്ലല്ലോ. മറിച്ച് ആ മരുന്ന് അയാളുടെ അടുത്ത് കഴിച്ച് ആ മരുന്ന് അയാളിൽ അലിഞ്ഞു ചേർന്ന്, അയാളുടെ ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് അദ്ദേഹത്തിന്റെ ആ ശരീരഘടനയിൽ അത് ലയിക്കുമ്പോഴാണ് അയാളുടെ സുഖക്കേട് പൂർണ്ണമായിട്ട് മാറുക, ഇല്ലേ? ഇതുമാതിരി ശ്രുതിവാക്യങ്ങള് അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്രങ്ങള് പഠിച്ചു, ആ മന്ത്രങ്ങൾ ഉരുവിട്ടുണ്ടായില്ല. പിന്നെയോ അതിൽ പറയണ മാതിരിയുള്ള ധന്യജീവിതം നയിക്കണം. വിവേക വൈരാഗ്യപൂർവകം ശമതമാദികളൊക്കെ പരിശീലിച്ച് ആ പറഞ്ഞ ആത്മതത്വത്തെ സ്വാനുഭവത്തിൽ കൊണ്ടുവരണം. സ്വാനുഭൂതിക്കാണ് അപരോക്ഷാനുഭൂതി എന്ന് പറഞ്ഞത്. സംശയരഹിതമായിട്ട്
തൻ്റെ ആ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുമ്പോഴാണ് അജ്ഞാനം കൊണ്ടുണ്ടായ സംസാരാനുഭവം നീങ്ങുക. അപ്പോൾ ഗുരുപദേശത്തിലൂടെയും യുക്തിപൂർവം ശാസ്ത്രങ്ങളെ ഗുരുവിൽ നിന്ന് ശ്രവിക്കുന്നതിലൂടെയും നമുക്ക് ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ബുദ്ധി കൊണ്ട് നേടിയ അറിവിന് പരോക്ഷജ്ഞാനം എന്ന് പറയും. പരോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം. ഇവിടെ വാക്ക് നോക്കൂ, അപരോക്ഷാനുഭവം വിന, അപരോക്ഷാനുഭൂതി കൂടാതെ വെറും ബൗദ്ധികമായ അറിവ് നേടിയിട്ട് വെറുതെ ബ്രഹ്മം ബ്രഹ്മം എന്ന് ഉരുവിട്ടുകൊണ്ട് മുക്തി കിട്ടില്ല. അപരോക്ഷാനുഭൂതി എന്നൊരു ഗ്രന്ഥം തന്നെ ആദിശങ്കര ഭഗവത്പാദർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ബുദ്ധിപരമായ ശാസ്ത്രജ്ഞാനം നമുക്ക് സത്യാനുഭൂതിയിലേക്കുള്ള മാർഗമാണ്. പലരും ഈ ബൗദ്ധികമായ അറിവിൽ ഒതുങ്ങി നിൽക്കുക, നേരത്തെ പറഞ്ഞില്ലേ, ഇന്റലക്ച്വൽ നോളജിൽ ഒതുങ്ങി നിൽക്കുക. ഞാൻ ബ്രഹ്മല്ലേ, കുറച്ച് ശാസ്ത്രം പഠിച്ച കാര്യം മനസ്സിലായി, ഞാൻ ബ്രഹ്മമാണ് തത്വം. പിന്നെ എന്താ, പക്ഷെ തൽക്കാൻ അനുഭവമായിട്ടില്ല നത്തം. അവിടെ പിന്നെയും ശരീരത്തിന്റെ അടിമപ്പെട്ട് ദാസനായിട്ട് ശരീര താതാത്മ്യത്തിൽപ്പെട്ടുകൊണ്ട് ചിന്തകളുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിക്കൊണ്ട് തന്നെ ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ സുഖം അന്വേഷിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ ഞാൻ ബ്രഹ്മ എന്നുള്ള ഞാൻ കൊണ്ട് എന്താ പ്രയോജനം? മനസ്സിലായില്ലേ? അപ്പോൾ ആത്മസാക്ഷാത്കാരം കൊണ്ട് പ്രഖ്യാപനം ചെയ്യുന്ന ആ സ്വാതന്ത്ര്യവും ആ ആന്തരശാന്തിയും ഒരാൾക്ക് അനുഭവിക്കാറാവണം. ആത്മസാമ്രാജ്യത്തിലെ രാജാവാണെന്ന് നേരത്തെ സൂചിപ്പിച്ചില്ലേ? അതെ. അപ്പൊ തെറ്റിദ്ധാരണ, അജ്ഞാനം, വിഭ്രാന്തി ഇതൊക്കെ ആത്മാനുഭവം കൊണ്ട് മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. അല്ലാതെ വെറും മന്ത്രം ഉരുവിടുന്ന മാതിരി ഞാൻ ബ്രഹ്മമാണെന്ന് ഉരുവിട്ടത് കൊണ്ട് ഒരാൾ മുക്തനാവാൻ പോണില്ല. അപ്പൊ ഇതൊരു മന്ത്രജപമല്ല, പിന്നെയോ അനുഭൂതിയാണെന്നർത്ഥം. ഇപ്പൊ ഞാൻ ശരീരമാണെന്നുള്ള അനുഭവം എപ്രകാരമാണോ നമുക്ക് സഹജമായിട്ടുള്ളത്, താരും പറഞ്ഞിട്ട് വേണ്ട, ഉറക്കത്തിൽ പോലും നമുക്ക് ശരീരമാണെന്ന് പെട്ടെന്ന് ശരീരമാണെന്നുള്ള ബോധം വരും അല്ലേ? അത്രയും ഉറച്ചിരിക്കണം. ഇതുപോലെ ഞാൻ ആത്മാവാണെന്നുള്ള ആ അനുഭവം ഉണ്ടാവണം, ആ ജ്ഞാനം ഉണ്ടാവണം. അതിനോ ഈ ശരീര മനോബുദ്ധ്യാദികളിൽ നിന്ന് ശ്രദ്ധയെ പിൻവലിക്കണം. ചിന്തകളിൽ നിന്ന് ചിന്താസാക്ഷിയായ ആ ചിന്തകളെയും പ്രകാശിപ്പിക്കുന്ന സാക്ഷിയായ ബോധമാണ് ബ്രഹ്മം, പരമാത്മാ എന്നുള്ള ആ ഗുരുപദേശം കിട്ടി അതിനെ നിരന്തരമായി ചിന്തിച്ച് ധ്യാനിച്ച് അതിൽ മനസ്സ് വിലയിപ്പിക്കണം. അപ്പോളെ സാധിക്കുള്ളൂ. തൻ്റെ വ്യക്തിത്വം ആ പരമാത്മാവിൽ പരിപൂർണമായി വിലയം പ്രാപിച്ച് താൻ ഇല്ലാണ്ടാകുമ്പോഴാണ്, അഹങ്കാരം ശമിക്കുമ്പോഴാണ് ഈ ദൃശ്യം മുഴുവനും ഇല്ലാണ്ടാവുക. അപ്പോഴാണ് അപരോക്ഷാനുഭവം ഉണ്ടാവുക എന്നർത്ഥം. ഈ അപരോക്ഷാനുഭവമാണ് ശാസ്ത്രങ്ങളുടെ ലക്ഷ്യം. ഇവിടെ ഔഷധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എപ്രകാരമാണോ സൂക്കേട് മാറാത്തത്, ഇതുമാതിരി ഞാൻ ബ്രഹ്മമാണ് എന്ന് വെറുതെ ഉരുവിട്ടത് കൊണ്ട് ഒരാള് ബ്രഹ്മജ്ഞാനിയാവാൻ പോകുന്നില്ല. ഞാൻ ശിവനാണെന്ന് പറഞ്ഞുകൊണ്ട് ശവത്തിലുള്ള താതാത്മ്യം പോകാൻ പോകുന്നില്ല. പിന്നെയോ അപരോക്ഷാനുഭൂതി വേണം എന്ന് ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത്. ഹരിയോ.